കഴിഞ്ഞ പ്രാവശ്യം മാമ വന്നപ്പോൾ എടുത്ത കുറച്ച് ടൈറ്റായി പോയി, അല്ലാതെ മാമയുടെ വണ്ണം കൂടിയതല്ല അല്ലേ? അത് കേട്ട് മാമയൊന്ന് നോക്കിക്കൊണ്ട് ബോറയോടെ അതിൻ്റെ തടി കുറച്ചൊക്കെ തടിയുണ്ടേ വേണ്ടേ അപ്പോഴല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിരിച്ചു. മാമൻ്റെ അല്ലേ അന്തരവൻ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ കീ എടുത്ത് തന്നു. ഞാൻ പിന്നെ ഒന്നിനും നിൽക്കുന്ന നേരെ വണ്ടി എടുത്തു. പ്രായമുള്ളതുകൊണ്ട് രണ്ടുപേരുടെയും നല്ല രീതിയിൽ തന്നെ കെട്ടിച്ചയക്കാൻ പറ്റി. ഉമ്മയുടെ ഇനിയുള്ള ആഗ്രഹം എനിക്കൊരു പെണ്ണ് കണ്ടെത്തി എൻ്റെ കല്യാണവും കഴിഞ്ഞ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരിക്കണമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യം ഫിമീനയുടെ നിക്കാഹ് നടത്താൻ വേണ്ടി നാട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ കരച്ചിലോടെയും എന്നാ സന്തോഷത്തോടെയും പറഞ്ഞ വാക്കുകളാണിത്. ഓ സമയമായിട്ടില്ല ഉമ്മ, ധൃതിയാക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മയെ സമാധാനിപ്പിച്ചു. ഇനി എപ്പോഴെന്ന് വെച്ചാൽ കാത്തിരിക്കുന്നേ, ഫെമിയും കൂടെ പോയാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകില്ലേ മോനെ? ഓ അതാണോ കാര്യം ഉമ്മ, എൻ്റെ കൂടെ പോരുന്നതെന്ന് വെറുതെ ചോദിച്ചാണെങ്കിലും ആഗ്രഹമില്ലാതില്ല. ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരില്ല, പണം വേണ്ടേ? ഇത് തന്നെ ഹംസ ഇക്കയുടെ സഹായം കൂടെ കിട്ടിയതുകൊണ്ട് ആ ഫെമിയുടെ കാര്യം തന്നെ നടന്നേ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മയെ നോക്കി. മോനെ എനിക്കറിയാം നീ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഇവരെ രണ്ടുപേരെയും ഒരു കരക്കിറപ്പിച്ചതെന്ന്. നിന്റെ വാപ്പ പോയതിൽ പിന്നെ നീ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നും ഉമ്മക്കറിയാം. ഞാൻ അങ്ങോട്ട് വരുന്നതിൽ നല്ലതല്ലേ നീ ഇങ്ങോട്ടൊരുത്തിയെ കൊണ്ടുവരുന്നത്. എല്ലാം ശരിയാകും എൻ്റെ റാബിക്കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉമ്മയുടെ താടി പിടിച്ചത് കുടഞ്ഞു. അപ്പോഴേക്കും സമീറ അങ്ങോട്ടേക്ക് കയറി വന്നു. എന്താണ് ഉമ്മയും മോനും കൂടെ ഒരു സ്വകാര്യം, നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ടാകും, നിനക്ക് എനിക്ക് വേണ്ടതെല്ലാം തന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അവളെ നോക്കി. ഓ ഞാൻ ഒന്നും പറയുന്നില്ലേ ഉമ്മയും മോനെ, എന്താ വെച്ചാൽ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സമീറ എന്നെ നോക്കി ചിരിച്ചു. ഉമ്മക്കിപ്പോൾ എന്താ മോനെ കിട്ടിയ സന്തോഷമല്ലേ? അതിടി എൻ്റെ ഈ മോണ്ടതുകൊണ്ട് നിനക്ക് ഒരുത്തന്മാരെ ഏൽപ്പിച്ചു തന്നു, പോട്ടെ ഉമ്മ അവൾ നമ്മൾ കളിയാക്കിയതല്ലേ. ഇവൻ ഒരുത്തിയെ കണ്ടെത്തണമെന്ന് നിനക്ക് തോന്നിയോടി? ഓ അതാണ് കാര്യം, നിങ്ങളുടെ പുന്നാര മനോട് ഞാൻ എത്ര പറഞ്ഞത് ഫിമോടി നിക്കാരെ കൂടെ നിന്നെയും നമുക്ക് നോക്കാമെന്ന്. കേൾക്കണ്ടേ? അവന് കുറച്ചുകൂടെ കഴിഞ്ഞ് മതി എന്ന് പറയുന്നത്. പിന്നെ ഞാനെന്ത് ചെയ്യാനാ? ഇക്ക ഇന്നലെ വിളിച്ചപ്പോൾ അത് എന്നെ ചോദിച്ച ഫൈസലിൻ്റെ കൂടെ ഒരുമിച്ച് നടത്തായിരുന്നു എന്ന്. അതെങ്ങനെ ഇവനൊന്ന് സമ്മതിച്ചാലല്ലേ? അതിനോട് അടുത്ത പ്രാവശ്യം വരുമ്പോൾ എല്ലാം ശരിയാക്കാന്ന് പറ. അന്ന് ഇതുപോലെ ലീവില്ല എന്ന് പറയരുതെന്ന് പറഞ്ഞേക്കണേ. നിന്റെ കല്യാണത്തിന് എങ്ങനെയായാലും വരും, അതിപ്പോൾ ജോലി പോയാലും വേണ്ടില്ല എന്നാ പറയുന്നത്. ഓ അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കളിനെ. മതിയുടെ അവളെ കളിയാക്കിയത്. വാ വല്ലതും കഴിച്ചിട്ടാകാം ബാക്കി. സമീറ ചോറെടുത്ത് വെക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ എന്നെയും കൂട്ടി ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ഓർക്കുമ്പോൾ ഒരു വേദന പോലെയാണെങ്കിലും ഒരുപാട്. അല്ല നീ ഉറങ്ങില്ലേ ഫൈസലെ എന്ന് ചോദിച്ചുകൊണ്ട് ഹംസക്ക് അടുത്തേക്ക് വന്നു. അവനൊന്ന് ഉറക്കം വരുമോ ഹംസ എന്ന് ചോദിച്ചുകൊണ്ട് സലീംക്ക എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. നാളെ രാവിലെയല്ലേ നിന്റെ യാത്ര? അതേക്കാ എല്ലാവരും ഡേറ്റില്ലേ? ഇനി അവിടെ ചെന്നിട്ട് ഓരോന്നിനും പിന്നാലെ നടന്ന് സമയം കളയണ്ട, നല്ലൊരു രീതിയിൽ കണ്ടെത്തി കണ്ടിച്ച് തരാൻ പറയാൻ അമ്മയോട്. അല്ല ഞാൻ വിളിച്ചു പറയണോടാ, അതൊന്നും വേണ്ടക്കാ. എന്ത് വേണ്ടെന്ന് കല്യാണം കഴിക്കണ്ടെന്നോ നിനക്ക്? അതല്ലേക്കാ ഇപ്പൊ തന്നെ വേണമെന്ന് എൻ്റെ ചിന്ത. എന്നാലും വേണ്ടതല്ലേ, നല്ല പ്രായത്തിൽ കിട്ടിയാലേ ശരിയാകും. അതൊക്കെ ഉമ്മയും സെമിയും ഫെമിയും കൂടെ ശരിയാക്കുന്നുണ്ടിക്കാ. നിങ്ങൾക്ക് തന്നെ കുറച്ചുകൂടെ ബാക്കിയില്ലേ, അതൊക്കെ തീർത്തിട്ട് പോയാൽ എന്നെ പറഞ്ഞേ. എൻ്റെ കാശിൻ്റെ കാര്യം ആലോചിച്ച് നീ കെട്ടാതിരിക്കണ്ട, നിന്നെ കൊണ്ടാകുമ്പോൾ തന്നാൽ മതി. ഇനിയിപ്പോൾ നീ തന്നില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കാര്യത്തിലല്ലേ നീ വാങ്ങിയേ എന്ന് സമ്മതിച്ചോളാം. എന്നിട്ട് നീ കെട്ടാതിരിക്കണ്ട, വല്ല ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി, എന്നെ കൊണ്ടാകുന്നത് ഞാൻ അയച്ചു തരാം. നിങ്ങളോട് എങ്ങനെയൊക്കെ ഞാനിതൊക്കെ വീട്ടുന്നത് ഒക്കെ ശരിയാകുമെന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിച്ചുകൊണ്ട് ഈ കൈക്കയുടെ ബെഡിലേക്ക് പോയി. കുറച്ചു നേരം എല്ലാം ആലോചിച്ചുകൊണ്ട് ഞാൻ കിടന്നു. ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല. രാവിലെ ഹംസക്കയുടെ വിളിയായിട്ടാണ് വന്നത്. എനിക്ക് കുളിയും കാര്യവും എല്ലാം നിറവേറ്റി വന്നപ്പോഴേക്കും വണ്ടി എത്തി. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുമ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമായിരുന്നു. ഉമ്മയുടെ കൂടെ കുറച്ച് ദിവസം നിൽക്കാമല്ലെന്ന മോഹം എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ചു. എയർപോർട്ടിൽ ചെന്ന് നടപടിക്രമങ്ങളെല്ലാം തീർത്ത് ഫ്ലൈറ്റിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോഴാണ് വാട്സപ്പിൽ മെസ്സേജ് വന്നത്. സൽമയായിരുന്നു. അത് തുറന്നു നോക്കിയപ്പോൾ ഇരട്ടി സന്തോഷമായി. എന്താ ഈ നേരത്തെ? എണീറ്റപ്പോൾ എന്തോ അറിയില്ല, നിനക്കൊന്ന് മെസ്സേജ് ചെയ്യണം വെക്കാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓർക്കാതിരിക്കാൻ പറ്റുമോ? 2 വർഷമായിട്ടും മനസ്സിൽ നിന്ന് പോകുന്നില്ലടാ. എന്നിട്ടാണോ കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോൾ ഫോൺ എടുക്കാതിരുന്നത്? അന്നേരം നിന്റെ മാമൻ എടുത്തിട്ടുണ്ടായിരുന്നടാ. പിന്നെ ഞാനത് മറന്നു. ഒരാഴ്ച വേണ്ടി വന്നാലേ ഓർമ്മ തിരിച്ചു കിട്ടാൻ. ഓരോരോ കാര്യങ്ങൾ വന്നുകൊണ്ടിരുന്നപ്പോൾ മറന്നതാടാ. അതുകൊണ്ട് തന്നെ പിന്നീട് ഞാനും വിളിക്കാതിരുന്നത്. നമ്മളെ വേണ്ടവർ എന്തിനാ ബുദ്ധിമുട്ടിയെന്ന് തോന്നി. ഓഹോ ആരാ പറഞ്ഞേ വേണ്ടാന്ന്? വേണമെന്നുള്ളതുകൊണ്ടല്ലേ ഇന്ന് മെസ്സേജ്. എന്നിട്ടാണ് ഒരാഴ്ച ഓർക്കാതിരുന്നേ? നിന്റെ മാമ വീട്ടിലുണ്ടായതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ, ഇങ്ങോട്ടേക്ക് ഇല്ലേ? അത് അവിടെ വല്ലവളും ഉണ്ടോടാ? അതിന് മാമയെ പോലെ ഒത്തി ഞാൻ ഈ ദുനിയാവ് മുഴുവൻ തിരഞ്ഞെടുപ്പ് കണ്ടില്ലല്ലോ. എന്നെ പോലെ വേണമെങ്കിൽ ഇങ്ങോട്ട് വരണം, അല്ലാതെ അവിടെ കിടന്ന് തിരഞ്ഞെടുത്ത് കാര്യമില്ലല്ലോ. വരുന്നുണ്ടേ എന്നിട്ട് ശരിക്കും കാണണം. കണ്ടാൽ മാത്രം മതിയോ? അതോ സൽമോൻ എന്താണോ തോന്നുന്നത് അത് തന്നെ? ഓ അപ്പോൾ ഇവരെല്ലാം എൻ്റെ എല്ലാം കൊണ്ടേ നീ പോകുമല്ലേ? അല്ലല്ലോ, വളർത്താനല്ലേ സൽമോ. കഴിഞ്ഞ പ്രാവശ്യം വളർത്തിയതിനെ ഓർമ്മയുണ്ടല്ലോ, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ ഒന്നെങ്കിൽ പാളിയേനെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ എന്തോ ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടു പോയത്. പിടിച്ചതിലെ സന്തോഷമായതിനെ സൽമോ. മോൻ്റെ ആഗ്രഹമൊക്കെ കൊള്ളാം. അന്ന് പിടിച്ചതിനാൽ ആകെ പൊല്ല പയ്യനെ. ഉടനെ ഉണ്ടാകുമ്പോൾ നാട്ടിലേക്ക് നോക്കട്ടെ. ഉടനെ വന്നാൽ മോൻ്റെ ആഗ്രഹം പോലെ നിന്റെ വിത്തിനെ മുളപ്പിച്ച് തരാം. എന്താ ഉടനെ വന്നാൽ നിന്റെ ആഗ്രഹം നിറവേറ്റാന്ന് സത്യമായിട്ട് പറയുകയാണോ? അതേടാ, നിന്റെ മാമ 2 ദിവസം കൂടെ കാണും. അതൊരു 4 മാസമായില്ലേ? അതാ നീ ഉടനെ വന്നാൽ നമുക്ക് നോക്കാം. മാമൻ്റെ പേരിലാക്കുകയും ചെയ്യാം. ഓ അടുത്ത കളി തന്നെ. സൽമോ അല്ലാതെ പിന്നെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമോ? അതേതായാലും നന്നായി. എന്ത് അല്ല മാമൻ്റെ പോക്കേ, അതിന് നീ എടുത്തെങ്ങാനുണ്ടോടാ? ദേ ഫ്ലൈറ്റ് കയറി. അത്രയ്ക്ക് വേണോടാ? സത്യമായിട്ടും വേണേൽ വീഡിയോ കോൾ ചെയ്ത് കാണിക്കാം എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ ചെയ്തു. അപ്പുറത്ത് നിന്ന് മാമി ചീരി തൂക്കിക്കൂടെ? അപ്പോൾ നീ വെറുതെ പറഞ്ഞതല്ല അല്ലേ? അല്ല കണ്ടില്ലേ? എന്നാ ഇങ്ങോട്ട് നാളെ തന്നെ വരാം, ഒന്ന് കാണണ്ടേ? ഒന്ന് മൂളിക്കൊണ്ട്. അതെ നിന്റെ മാമ വന്നെന്ന് തോന്നുന്നേ. ഡോക്ടറുടെ നാളെ കാണാം. ഓക്കെ സൽമു, ഇതേ പഴയ പരാക്രമമൊക്കെ അടക്കിയിട്ട് വന്നാൽ മതി കേട്ടോ. അല്ലേ ഞാൻ എന്ന് പറഞ്ഞതും മാമി കോൾ ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പോഴേക്കും അനൗൺസ്മെന്റും വന്നു. പിന്നെ സീറ്റിലേക്ക് ചാഞ്ഞുകൊണ്ട് ഒന്ന് കിടന്നു. സൽമുവിന്റെ ചിരിച്ചുകൊണ്ട് ഞാൻ മുഖം മനസ്സിലേക്ക് കയറി കൂടിയത് പെട്ടെന്നായിരുന്നു. സെമിയുടെ പെണ്ണുങ്ങളിൽ നിന്നാണ് ആദ്യമായി സൽമാൻ്റെ എൻ്റെ സൽമോനെ ആ ഒരു കണ്ണോട് കാണാൻ തുടങ്ങിയത്. അതിനുശേഷം പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ ബന്ധം വളർന്നതും.
പെട്ടെന്നുള്ള ഉപ്പയുടെ മരണം ഞങ്ങൾ ആകെ തളർത്തി. പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അതെല്ലാം മതിയാക്കി ജോലിക്ക് കയറേണ്ടി വന്നു. ഉമ്മയെയും രണ്ട് പെങ്ങന്മാരെയും എൻ്റെ ചുമലിലേക്ക് തന്നുകൊണ്ടിപ്പോൾ പോയപ്പോൾ ഒരു നിമിഷം ശങ്കിച്ചെങ്കിലും ഇനി ഇതാണ് ജീവിതമെന്ന് അറിയാവുന്നത് കൊണ്ട് ചെറുജോലികളെല്ലാം ചെയ്തു. പൊരുന്നിടയ്ക്കാണ് ഉമ്മയുടെ ചെറിയ ആങ്ങള വിളിച്ചത് ഗൾഫിലോട്ട് പോരാൻ. ഗൾഫിലെത്തിയതും 2 വർഷം എന്നത് കഴിഞ്ഞു പോയതേ അറിഞ്ഞില്ല. അപ്പോഴേക്കും സിമിക്ക് ചെറുക്കനെ തേടിക്കൊണ്ടിരുന്നു. ഉമ്മയുടെ മൂത്ത ആങ്ങള ബഷീർ മാമൻ നാട്ടിൽ തന്നെ ആയതുകൊണ്ട് അവരുടെ നേതൃത്വത്തിലായിരുന്നു എല്ലാം. 1-2 കാര്യങ്ങൾ വന്ന് പോയത് എല്ലാം ഉമ്മ ഫോണിലൂടെ അറിയിച്ചുകൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ബഷീർ മാമനോട് എല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഉമ്മ റാബിയയ്ക്ക് 3 സഹോദരങ്ങളായിരുന്നു. മൂത്തത് ബഷീർ മാമൻ നാട്ടിൽ തന്നെ അല്ലറച്ചിലർ കാര്യങ്ങളൊന്നും കഴിഞ്ഞുകൂടുന്നു. ബഷീർ മാമൻ്റെ വൈഫ് സാജിദിൻ്റെ മൂത്ത അമ്മായി. അവർക്ക് 2 മക്കൾ, 2 പേരും വിദേശത്തായതുകൊണ്ട് മാമൻ നാട്ടിൽ തന്നെ. ബഷീർ മാമൻ്റെ നേരെ താഴെ എൻ്റെ ഉമ്മ റാബിയ. രണ്ടാമത്തെ ആൾ ഷെരീഫ് മാമൻ സൗദിയിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ റസിയ. മക്കൾ 3 പേര്, 2 ആണും 1 പെണ്ണും. മൂത്ത മകൻ സൗദിയിൽ തന്നെ, ബാക്കി 2 പേരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ മാമൻ എൻ്റെ ഇളയ മാമൻ റഫീഖ് മാമൻ ദുബായിൽ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഭാര്യ സൽമ. മക്കൾ 2 പേർ, ഒരാണും പെണ്ണും. പിന്നെ ഈ ഗൾഫിലേക്ക് കൊണ്ടുവന്നത് റഫീഖ് മാമനായിരുന്നു. എൻ്റെ ഭാഗ്യമോ അതോ ഉമ്മയുടെ പ്രാർത്ഥനയോ തിരക്കില്ലാത്ത ഒരു ജോലി സ്വന്തമാക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ നാട്ടിലേക്കുള്ള വരവ് ആയതുകൊണ്ട് തന്നെ വളരെയേറെ സന്തോഷത്തോടെയായിരുന്നു എൻ്റെ യാത്ര. നാട്ടിലെത്തി വീട്ടിൽ കയറിയത് ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരുന്നു. സിമിയും ഫിമിയും ഉമ്മയെ കളിയാക്കാൻ തുടങ്ങി. അവൻ വന്നതിൽ സന്തോഷിക്കുകയല്ലേ ഉമ്മ വേണ്ടത്, ഇങ്ങനെ കരയാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അടുത്ത ദിവസം തന്നെ ഉമ്മയുടെ വീട്ടിൽ പോയി എല്ലാവരെയും കണ്ടു. ഫൈസലെ, നാളെ ഒരു കൂട്ടർ വരും കേട്ടോ, സിമിയ പെണ്ണാണ്. ഏതെങ്കിലും ഒന്ന് നടന്നാൽ മതിയായിരുന്നു. ശരിയായിക്കോളും, അധികമൊന്നും ആരും വന്നിട്ടില്ലല്ലോ. ഇനി നാളെ അങ്ങോട്ട് തിരിയാൻ നിൽക്കണ്ട. ഇല്ല കഥ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് 10-11 ആയപ്പോഴേക്കും അവർ വന്നു. മാമനും ഉണ്ടായിരുന്നു. അവർ സിമിയെ കണ്ടുപോയി. വൈകിട്ട് മാമ വിളിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനി അവൻ്റെ വീട്ടുകാർ വന്ന് കണ്ടിട്ട് പറയാൻ ബാക്കിയെന്നാ പറഞ്ഞത്. ചെറുക്കനെ സിമിക്ക് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ഫോൺ ഉമ്മയുടെ കയ്യിൽ കൊടുത്തു. ബാക്കിയെല്ലാം ഉമ്മയും മകളെയുമായിരുന്നു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് കേട്ട് ഞാനും സിമിയും കൂടെ സിമിയെ കളിയാക്കിക്കൊണ്ടിരുന്നു. അവരുടെ മുഖമൊന്ന് കാണേണ്ടതായിരുന്നു. 2 ദിവസത്തിനകം വീട്ടുകാർ കാണാൻ വരുമെന്നും അവർ മാമനെ അറിയിച്ചു. ഇന്നാണ് ആ ദിവസം. സിമിയെ പെണ്ണുകളായി ചെറുക്കനെ വീട്ടുകാർ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മാമ വിളിച്ചിരുന്നു. സൽസ മാമയ്ക്ക് വയ്യാത്തതിന് മാമ അവരെയും കൊണ്ട് ഹോസ്പിറ്റലായതിനാൽ സൽമ മാമയോട് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. മാമൻ എന്നോട് നീ രാവിലെ തന്നെ പോയി സൽമയെ വിളിച്ചുകൊണ്ട് പോരെയെന്ന് പറഞ്ഞിരുന്നു. ഞാനതും കേട്ട് നേരെ ബൈക്കെടുത്തും സൽമാമയുടെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയത് ഉമ്മ വിളിച്ചു. നീ ബൈക്കെടുത്ത് പോകുന്നത് എന്തിനാ? അവളെയും പിള്ളേരെ എല്ലാവരും കൂടെ ഇതിൽ വരാൻ കഴിയില്ലടാ, നീ ഒരു വണ്ടി വിളിച്ചോണ്ട് പോകും. അതും ശരിയാണല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ബൈക്ക് ഇരുന്നിടത്ത് തന്നെ വെച്ചു. നേരെ അങ്ങടിയിലേക്ക് നടന്നു. ഫ്രണ്ട് ഒരുത്തിൻ്റെ ഓട്ടോ വിളിച്ചുകൊണ്ട് നേരെ സൽമാമയുടെ വീട്ടിലേക്ക് പോയി. നീ ഇത്ര നേരത്തെ എത്തിയോ എന്ന് ചോദിച്ചുകൊണ്ട് സൽമാൻറ്റി എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. സൽമാമയെ പറ്റി പറഞ്ഞാൽ മാമിക്ക് 40-45 വയസ്സുണ്ട്. അത്ര വെളുത്തു കൊടുത്തൊന്നുമല്ല, എന്നാൽ വെളുത്തിട്ടല്ല എന്ന് പറയാനും പറ്റില്ല. മുഖസൗന്ദര്യം വശത്തിലേറെ ഉണ്ട്. ഒട്ടമുഖം, മൂക്കിന് അരികിലെ ഒരു കറുപ്പ് പുള്ളി. അതിലാണോ മാമിയുടെ മുഖത്തേറ്റ് ആശ്ചര്യമെന്ന് തോന്നിപ്പോകും. നല്ല ഹൈറ്റുണ്ട് മാമിക്കും മാമനും. നല്ല നീളമുള്ള കൂട്ടത്തിലാണ്. ആ കുടുംബത്തിൽ എൻ്റെ ഉമ്മ റാബിയെ മാത്രമേ കുറച്ച് വിലക്കുറവുള്ളൂ. ഞങ്ങൾ മക്കൾ 3 പേരും നല്ല ഹൈറ്റുണ്ട്. ഞങ്ങളുടെ ഹൈറ്റ് ഉമ്മയുടെ കുടുംബത്തിലേതാണ് എന്ന് എല്ലാവരും പറയാറുണ്ട്. ബാക്കിയെല്ലാം വഴിയെ പറയാം. പിള്ളേരെവിടെ മാമി? എണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ലേറ്റാകുമോ മാമി അവർ എണിക്കാനോ? പോകാൻ അവർ നീ തന്നെ പോയി വിളിച്ചു നിർത്തിക്കോ. ഞാൻ അവരെ വിളിക്കാനേ പോകുമ്പോൾ ഓട്ടക്കാരനെ പറഞ്ഞു വിട്ടു. ഇവിടെയായിരുന്നു ഫൈസലെ. തിരിച്ചു പോകണ്ടേ? ഇവിടുത്തെ വണ്ടി എടുക്കാം, നീ അവനെ പറഞ്ഞു വിട്ടേര്. ആ അത് ശരിയാ അല്ലേ മമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവനോട് പോകാൻ പറഞ്ഞു ക്യാഷ് കൊടുത്തു വിട്ടു. അപ്പോഴേക്കും മാമി അകത്തു നിന്നും ചായ എടുത്തു വന്നു. അവരെ പോയടാ വരുന്നത്? 11 മമ്മി. എന്നാൽ നീ വേഗം അവരെ വിളിച്ചു നിർത്തി റെഡിയാക്കി. അപ്പോഴേക്കും ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാം എന്ന് മുള്ളിക്കൊണ്ട് 2 പേരെയും ഉണർത്തി ബാത്റൂമിലേക്ക് വിട്ട് 2 പേർ കുളിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവർക്ക് ഇടതിനുള്ള എല്ലാം റെഡിയാക്കി കൊണ്ട് മാമീൻ്റെ കയ്യിൽ തന്നു. എല്ലാം കഴിഞ്ഞ് 2 പേരെയും വിളിച്ചിറങ്ങി അങ്ങോട്ടേക്ക് വന്നത്. മാമി ഞങ്ങൾ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു. എന്താ മമ്മി നീ അപ്പോഴേക്കും 2 റെഡിയാക്കിയോ? പിന്നെ ഇതൊക്കെ ഒരു ജോലിയാണ് മാമി എന്നുമ്പോൾ കൊണ്ട് മമ്മി ഡ്രസ്സ് ഇരിക്കിട്ടു. എൻ്റെ നോട്ടം എന്നിട്ടാണ് എന്തോ മാമിയോട് ചെറുതായി കുറച്ച് ടൈറ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മാമ വന്നപ്പോൾ എടുത്ത് കുറച്ച് ടൈറ്റായി പോയി. അല്ലാതെ മാമിയുടെ വണ്ണം കൂടിയതല്ല അല്ലേ? അത് കേട്ട് മാമി ഒന്ന് നോക്കിക്കൊണ്ട് ബോറയോടെ അതിൻ്റെ തടി കുറച്ചൊക്കെ തടിയുണ്ടേ വേണ്ടേ അപ്പോഴല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിരിച്ചു. മാമിൻ്റെ അല്ലേ അനന്തരവൻ, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് കാറിൻ്റെ കീ എടുത്തു തന്നു. ഞാൻ പിന്നെ ഒന്നിനും നിൽക്കുന്ന നേരെ വണ്ടി എടുത്തു. അപ്പോഴേക്കും മാമി വാതിലെല്ലാം അടച്ച മക്കളെ കൊണ്ട് വണ്ടിയിൽ കയറി. മാമി പിറകിലാണ് ഇരുന്നത്. ഞാൻ മാമിയെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് വണ്ടിയെടുത്ത് വീടെത്തുന്നവരെ ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നു. ഞാൻ മാമി എല്ലാത്തിനും മറുപടി തന്നു. മാമിയുടെ മകൻ ജുനൈദ്. മാമിയുടെ ചിരിയും സൗന്ദര്യവും കണ്ട് ആസ്വദിച്ചുകൊണ്ടാണ് ഞാൻ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാമിയെ ശ്രദ്ധിക്കുന്ന പോലെ തോന്നി. ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിലൂടെ നോക്കുമ്പോൾ മാമി കണ്ണു മാറ്റിക്കൊണ്ട് എന്നിൽ നിന്ന് മാറിക്കൊണ്ടിരുന്നു. വെള്ളത്തിൽ ഞാൻ വണ്ടി ഒതുക്കിയിട്ടുണ്ട് അകത്തേക്ക് കയറി. മാമിയും മക്കളും ഉമ്മയുടെ അകത്തേക്ക് പോയി. പിന്നെ മുകളിലേക്ക് കയറി റൂമിൽ പോയി കിടന്നു. കുറച്ച് നേരം കിടന്നപ്പോഴേക്കും ഫിമ്മി വന്ന് വിളിച്ച് ചായ കുടിക്കാൻ. അത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ താഴേക്ക് ഇറങ്ങി. മാമിയും പിള്ളേരും കഴിച്ചു. ഉമ്മ എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ അകത്തേക്ക് നോക്കി. നിന്നെ കാത്തിരിക്കുകയാണ്, നീ അപ്പോഴേക്കും പോയി കിടന്നോ? ഒരു ക്ഷീണവും മാതാ, നീ കച്ചിൽ പോയി കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ എൻ്റെ അരികിലായി ഇരുന്നു. അപ്പോഴേക്കും മാമിയും പിള്ളേരും വന്നിരുന്നു. സെമിയും ഫിമിയും കൂടെ എല്ലാം കൊണ്ടുവന്ന് വെച്ചു. എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിച്ച് എഴുന്നേറ്റ് ഉണ്ട്. ഞാൻ മുന്നിൽ പോയിരുന്നു. ഉമ്മയും മാമിൻ്റെ മക്കളും മുന്നിൽ വന്നിരുന്നു. മാമി സിയുടെയും ഫിമിയുടെയും കൂടെ കൂടി കുറച്ച് നേരം പിള്ളേരുടെ തമസ്യം കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്കൊരു മുദ്രശങ്ക പോലെ തോന്നി. ഞാൻ താഴെ റൂമിലോട്ട് പോകാൻ വേണ്ടി ഡോർ തുറന്നുകൊണ്ട് അകത്തേക്ക് നോക്കിയതും എൻ്റെ കണ്ണ് തള്ളിപ്പോയി. മാമി അവിടെ ഉണ്ടായിരുന്നു. അലമാരിയുടെ കണ്ണാടിയിലൂടെ മാമിയുടെ ഞാൻ അകത്തേക്ക് നോക്കി നിൽക്കുന്നത് മാമി ക്ലാസ്സിലൂടെ കണ്ടു. ഫൈസലി ഡോർ അടയ്ക്കട എന്ന ശബ്ദം താഴ്ത്തിക്കൊണ്ട് മാമി പറഞ്ഞു. സോറി മാമി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഡോർ അടച്ചു. ഞാൻ അപ്പുറത്തെ റൂമിൽ കയറി വന്നപ്പോഴേക്കും മാമി ഡ്രസ്സ് മാറ്റി പുറത്തിറങ്ങിയിരുന്നു. മാമി ചുറ്റും നിന്ന് നോക്കിക്കൊണ്ട് കഥ തുറക്കുമ്പോൾ പറഞ്ഞു,
വയസ്സിലെ നിനക്ക് എന്നെ അറിഞ്ഞില്ലല്ലോ മാമിയോടത്തുള്ള വിവരം ചിലതയെ കുറിച്ചിട്ടായിട്ട് അതൊന്ന് മാറ്റിയിടാന്ന് വെച്ചേ എന്ന് മൂളിക്കൊണ്ട് മാമൻ്റെ ഭാഗ്യം വന്ന ശബ്ദം താഴ്ത്തി മാമയോട് പറഞ്ഞു അത് കേട്ട് അത് റൂമിൽ വന്ന് കേട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ചി സമ്മാനിച്ചു അതുകൊണ്ട് കാഴ്ച കുറച്ചെങ്കിലും കാണാൻ കഴിഞ്ഞാലും മാമി അയ്യടാ കാഴ്ച കണ്ടെന്നാവും ഞങ്ങളെ പോലുള്ള ന്യൂ കമേഴ്സിന് ഇതൊക്കെ തന്നെയല്ലേ വലിയ കാഴ്ചയല്ലേ മാമി ന്യൂ കമേഴ്സോ ഒന്നോ വരാത്തവർക്ക് ഇതൊക്കെ തന്നെ ധാരാളം മതി മാമി അതിനെ എന്നെ ഒന്ന് നോക്കി എന്ന് മുഴുക്കൊണ്ട് അകത്തേക്ക് പോയി പിന്നെ അങ്ങോട്ട് മാമിയുമൊത്തുള്ള ആഘോഷങ്ങളുടെ ദിവസങ്ങളായിരുന്നു അന്ന് അവിടെ നിന്നിട്ടാണ് ഞാൻ എല്ലാം അനുഭവിച്ച് അറിയാൻ തുടങ്ങിയത് പതിയെ ഫ്ലൈറ്റ് ഇറങ്ങാൻ തുടങ്ങി അപ്പോഴാണ് മമ്മിയുമായിട്ടുള്ള ഓർമ്മകളിൽ നിന്ന് ഞാൻ ഉണർന്നത് പിന്നെ എനിക്കൊരു ധൃതിയായിരുന്നു എത്രയും പെട്ടെന്ന് മാമിയുടെ അടുത്തേക്ക് എത്താൻ മമ്മി എനിക്കായി അവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്ക് നല്ലപോലെ അറിയാമായിരുന്നു അപ്പോൾ എന്ത് നമ്മുടെ ഈ മോട്ടിവേഷൻ സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മൊത്തം ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇതിൽ നല്ല കഥകളുമായി നിങ്ങൾക്ക് മുന്നിൽ